Hi students, how are you today? Are you fine? Okay. Before watching this video, you should need to watch the second part video of our English class. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ. Today we are going to start our English class with a lovely song. നമുക്ക് ഇന്നത്തെ ക്ലാസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയാർന്ന ഒരു സോങ് വെച്ചിട്ട് തുടങ്ങിയാലോ? Then all of you listen to the song. Let's be friends, let's play together, having fun all together. Let's be friends, let's play together, having fun all together. Your turn, then my turn. Let's share and say thank you. Your turn, then my turn. Sharing is caring, that's what we do. La 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 la. Let's be friends, let's play together, having fun all together. Let's be friends, let's play together, having fun all together. Your turn, then my turn. Let's share and say thank you. Your turn, then my turn. Sharing is caring, that's what we do. La 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 la. How was the song? It's very beautiful അല്ലേ? നല്ല ഭംഗിയുണ്ടായിരുന്നു. Let's be friends. നമുക്ക് കൂട്ടുകാരായിട്ട് ഇരിക്കാം. ലെറ്റ്സ് പ്ലേ ടുഗദർ. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഹാവിങ് ഫൺ ആൾ ടുഗദർ. എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? നല്ല ഫണ്ണായിരിക്കും, നല്ല രസകരമായിരിക്കും അല്ലേ? ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗദർ, ഹാവിങ് ഫൺ ആൾ ടുഗദർ. യുവർ ടേൺ ദെൻ മൈ ടേൺ. ആദ്യം നിൻ്റെ ഊഴം, പിന്നീടോ എന്നിട്ട് ഞാൻ കളിക്കാം അല്ലേ? ലെറ്റ്സ് ഷെയർ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. ആൻഡ് സേ താങ്ക് യു. എന്നിട്ട് എന്ത് പറയാം? നന്ദി പറയാം. യുവർ ടേൺ ദെൻ മൈ ടേൺ. ഷെയറിങ് ഈസ് കെയറിങ്. നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് കളിച്ചാൽ എന്തായി മാറും? നല്ല സ്നേഹം ഉണ്ടാവും അല്ലേ? ദാറ്റ്സ് വാട്ട് വി ഡു. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ സോങ് എഴുതിയിട്ടുള്ളത് ജെ.സി. ഗ്രിംസും അതുപോലെ തന്നെ റോസൻ അഡിഡറൻ എന്ന് പറയുന്ന രണ്ട് പോയറ്റ്സാണ് കേട്ടോ. വാട്ട് ആർ ദ ഗെയിംസ് യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? എന്തൊക്കെ കളികളാണ് നിങ്ങളുടെ കൂട്ടുകാരൊത്ത് നിങ്ങൾ കളിക്കാറ്? യെസ്, ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഫുട്ബോൾ കളിക്കാറുണ്ട്, ഓക്കെ, കട്ടകൾ കൊണ്ട് കളിക്കാറുണ്ട്, ഒളിച്ച് കളി കളിക്കാറുണ്ട് അല്ലേ? ഹൈഡ് ആൻഡ് സീക്ക്. നല്ല രസമല്ലേ കളിക്കുന്നത്? അപ്പോൾ കളിക്കുന്ന സമയത്ത് യു നീഡ് ടു ഷെയർ. ഷെയറിങ് ഈസ് കെയറിങ്. ഓക്കെ ചിൽഡ്രൻ, യു നീഡ് ടു ടേക്ക് ദ പേജ് നമ്പർ 21. വി നീഡ് ടു കംപ്ലീറ്റ് ആക്ടിവിറ്റി 2. കൂട്ടുകാരെ, നിങ്ങൾ ആക്ടിവിറ്റി 2 എടുക്കുക. പേജ് നമ്പർ 21 കംപ്ലീറ്റ് ദ പോയം യൂസിങ് ദ ക്ലൂസ് ഇൻ ദ ബോക്സ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലറ്ററിങ് ഇൻ ദ ഗാർഡൻ. പൂന്തോട്ടത്തിൽ പാറി നടക്കുന്ന ശലഭത്തെ പോലെയാണ് എൻ്റെ കൂട്ടുകാരൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദ വുഡ്സ്. കാട്ടിൽ നൃത്തമാടുന്ന മയിലിനെ പോലെയാണ് എൻ്റെ കൂട്ടുകാരൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. നദിയിൽ പൊങ്ങിക്കിടക്കുന്ന തോണിയെ പോലെയാണ് എൻ്റെ കൂട്ടുകാരൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. പൂന്തോട്ടത്തിൽ വിരിയുന്ന പൂവിനെ പോലെയാണ് എൻ്റെ കൂട്ടുകാരൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദ സ്കൈ. ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെയാണ് എൻ്റെ കൂട്ടുകാരൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ട്രീ സ്വേയിങ് ഇൻ ദ വിൻഡ്. കാറ്റത്ത് ആടുന്ന മരത്തെ പോലെയാണ് എൻ്റെ കൂട്ടുകാരൻ. My friend is like a butterfly fluttering in the garden. My friend is like a peacock dancing in the woods. La 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 la. My friend is like a flower blooming in the garden. My friend is like a star shining in the sky. La 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 la. My friend is like a boat floating on the river. My friend is like a tree swaying in the wind. കൂട്ടുകാരെ, പേജ് നമ്പർ 25 എടുക്കുക. അതിലെ ആക്ടിവിറ്റി 7 നമുക്ക് ചെയ്യാം. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ പിക്ചേഴ്സ് ദാറ്റ് റിഫ്ലക്റ്റ് ആക്ട് ഓഫ് കൈൻഡ്നെസ് ആൻഡ് കമൻറ്റ് ഓൺ ദം. ഇതിലേത് പിക്ചറാണ് ഒരു കാരുണ്യ പ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളത് നോക്കുക കേട്ടോ. ഒന്നാമത്തെ പിക്ചർ നോക്കാം. ഒരു മുത്തശ്ശനെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലേ? രണ്ടാമത്തെ പിക്ചറിലോ ഒരു കുട്ടി സൈക്കിൾ ഓട്ടി പോകുന്നുണ്ട്. മൂന്നാമത്തെ പിക്ചറിലോ രണ്ട് കുട്ടികൾ തല്ലുകൂടുന്നു, കുറേ കുട്ടികൾ അതിൽ നിന്ന് കണ്ട് രസിക്കുന്നു അല്ലേ?
നാലാമത്തെ പിക്ചറിൽ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ടി വി കാണുകയാണ്. അഞ്ചാമത്തെ പിക്ചറിൽ ഒരു കുട്ടി ഒരു പാവപ്പെട്ട ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നു അല്ലേ. അതിൽ ആറാമത്തെ പിക്ചറോ ഒരു നായക്കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അതിന് ആ കുട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റാണ്. ഒന്നാമത്തെ പിക്ചറിൽ ആ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളത് അല്ലേ, അത് നല്ലൊരു പ്രവർത്തനമായിട്ട് തോന്നി. പിന്നെയോ ആക്ട് ഓഫ് കൈൻഡ്നെസ് ആയിട്ടുള്ള അടുത്തത് തോന്നിയത് എന്താണ്? ആ കുട്ടി ആ പാവപ്പെട്ട ആൾക്ക് വെള്ളം കൊടുക്കുന്നത് അല്ലേ, നല്ല പ്രവർത്തനമാണ് അത്. അവസാനത്തെ നോക്കി, ആ പാവപ്പെട്ട ഒരു മൃഗത്തെ ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് 3 തന്നെയാണ് കേട്ടോ ആൻസർ. ആക്ടിവിറ്റി 10 എടുക്കുക, പേജ് നമ്പർ 27 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ആൻഡ് മാച്ച് ദം വിത്ത് ഇമോജീസ്. ABC എന്ന് പറഞ്ഞിട്ട് 3 ഇമോജീസ് തന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തത് എന്താണ്? ഹാപ്പിനെസ് ആണ്. രണ്ടാമത്തതോ സാഡ്നെസ് ആണ് അല്ലേ, സങ്കടം. മൂന്നാമത്തതാണെങ്കിലോ ആശ്ചര്യപ്പെട്ട് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നത്. കവിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സെഷ. സെഷയുടെ കയ്യിൽ നിന്നും ആ സ്റ്റോറി ബുക്ക് കവിതയ്ക്ക് റിസീവ് ചെയ്ത സമയത്ത് കവിത വാസ് സർപ്രൈസ്ഡ്, അത്ഭുതത്തോടു കൂടി നോക്കി. അപ്പോൾ ഏത് ഇമോജി കൊടുക്കുക? യെസ്, സി ആണല്ലേ. സെഷ ആൻഡ് നെവിൻ ബിക്കെയിം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാറ്റുലേറ്റഡ് ദം. ഹെഡ് മാസ്റ്റർ അവരെന്താ ചെയ്തത്? അഭിനന്ദിച്ചു അല്ലേ. ആ സമയത്ത് അവരുടെ മുഖത്ത് വന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും? യെസ്, ഹാപ്പിനെസ്. അപ്പോൾ എ ആണല്ലേ. സെഷ സോ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ്, ഷീ ബിക്കെയിം സാഡ്. സെഷ ആ പെൺകുട്ടിയെ കീറിയ വസ്ത്രത്തിൽ കണ്ടു, അപ്പോൾ അവളെന്തായി? ആകെ സങ്കടമായി. അപ്പോൾ മുഖത്ത് എന്തായിരിക്കും? ബി, സാഡ്. വെരി ഗുഡ്. ലെറ്റ് us complete the activity 11, solve the puzzle. നമുക്ക് ആ പസിൽ ഒന്ന് പൂർത്തിയാക്കിയാലോ. ഡൗൺ എന്ന് പറയുന്ന സമയത്ത് താഴോട്ടുള്ള കോളങ്ങൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. എക്സാമിന് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള കോളങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. താഴോട്ടുള്ളതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. ഒന്ന് താഴോട്ട് നോക്കേ, ആദ്യത്തെ ലെറ്റർ ഏതാ വരുന്നത്? എസ്. എസ് എന്ന് പറയുമ്പോൾ വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി, നമ്മൾ പഠിക്കാൻ എങ്ങോട്ടാണ് പോകുന്നത്? യെസ്, സ്കൂൾ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അവിടെ വരിക? വി ഗോ ടു സ്കൂൾ ടു സ്റ്റഡി. പെൺകുട്ടികളുടെ ഡ്രസ്സ് എസ്സിൽ തുടങ്ങുന്നത് ഏതാണ്? സ്കേർട്ട് അല്ലേ, പാവാട. എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ, നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ആള്. നിങ്ങളെ നന്നായിട്ട് അറിയുന്നത് ആരായിരിക്കും? ഫ്രണ്ട് അല്ലേ. അപ്പോൾ 3 ഡൗണിൽ ഫ്രണ്ട്. ഇനി 5 വരുന്നത് ഡൗണിൽ. ടച്ച്ഡ് ജെന്റിലി, മെല്ലെ എങ്ങനെ തടവുന്നത്, എന്താണ്? നമ്മൾ പഠിച്ചതാണല്ലോ, പാറ്റഡ്. അടുത്തത് എക്രോസ് ആണ്. എക്രോസ് എന്ന് പറയുമ്പോൾ അവിടെ നീളത്തിൽ പോകുന്ന കോളങ്ങൾ നോക്കിയാൽ മതി. 4 കേട്ടോ. ഈഗർ ടു ലേൺ ഓർ നൗ സംതിങ്. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് പഠിച്ചെടുക്കണം തോന്നില്ലേ, അത് തന്നെയാണ് കേട്ടോ. എന്താണത് വരിക? പഠിച്ചതാണ് ഈ പാഠത്തിൽ. ക്യൂരിയസ്. ലാസ്റ്റ് 6 നോക്കാം. എക്രോസ് ആയിട്ട് നോക്കണം കേട്ടോ. 6 എ സ്വിങ്ങിങ് ബേബി ബെഡ്. അത് നമ്മൾ പഠിച്ചതാണല്ലോ. ആ കുട്ടിയെ താരാട്ട് പാട്ടൊക്കെ പാടുന്ന സമയത്ത് എന്തിലിട്ടിട്ടാണ് പാട്ട് പാടാറ്? തൊട്ടിലല്ലേ, ക്രാഡിൽ. ഓക്കെ ചിൽഡ്രൻ, ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 28, ആക്ടിവിറ്റി 12. Look at the picture and make a list of things in the kitchen. Write them below. Visit your kitchen and add more items to the list. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കിച്ചണിൽ പോയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ കിച്ചണിൽ. ആ സാധനങ്ങൾ ഇതൊക്കെ പേര് ഇംഗ്ലീഷിൽ കണ്ടെത്തിയിട്ട് അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കിച്ചൺ ഓർക്കസ്ട്ര. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? കിച്ചണിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് അവർ അത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആക്കിയിട്ട് യൂസ് ചെയ്തിട്ട് ചെണ്ട കൊട്ടിയിട്ടൊക്കെ പാട്ട് പാടുന്ന സീനാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ആ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ആ സാധനങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. വീട്ടിലുള്ള കിച്ചണിൽ പോട്ട്സ് ഉണ്ട്, പാൻ, ലിഡ്, സ്പൂണുണ്ട്, ബ്രൂം, ബക്കറ്റ്, ചപ്പാത്തി ബോർഡ്, വാട്ടർ ഫിൽറ്റർ ഉണ്ട്, പ്രഷർ കുക്കർ, പ്ലേറ്റ്സ്, കുക്കിംഗ് സ്റ്റൗസ്, നൈഫ്, കട്ടിംഗ് ബോർഡ്, കപ്സ്, ബോൾസ്, കെറ്റിലുണ്ട്, മിക്സർ, ലാഡിൽ, ട്രേ, മഗ്, ബ്രൂം, ബക്കറ്റ്, ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ കിട്ടിയ സാധനങ്ങളെല്ലാം ആ പേരുകൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി ചേർക്കാൻ മറക്കല്ലേ. നെക്സ്റ്റ് പേജ് നമ്പർ 29, ആക്ടിവിറ്റി 13. ക്ലാസിഫൈ ദ ഗിവൺ ടേംസ് ഇൻ ടു കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ദീസ് ആൻഡ് മേക്ക് ആൻ ആൽബം. നമുക്ക് കിച്ചൺ യൂട്ടൻസിൽസിൻ്റെ പേര് താഴെ നൽകിയിട്ടുണ്ട്.
ഫുഡ് ഐറ്റംസിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് അതിലോട്ട് ഇടുന്ന സാധനങ്ങളില്ലേ, ആവശ്യ വസ്തുക്കൾ, അതിനെയാണ് കേട്ടോ ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുക. നമുക്കതൊന്ന് വേർതിരിക്കാം. ആദ്യം തന്നെ കിച്ചൺ യൂട്ടൻസിൽസ്: ഗ്രേറ്റർ, ലാഡിൽ, സ്ട്രൈനർ, റൈസ് പോട്ട്, ക്ലേ പാൻ, എർത്തൻവെയർ, കിച്ചൺ സ്റ്റൗ, ഓവൻ, ഹെർത്ത്, ഗ്രൈൻഡിംഗ് സ്റ്റോൺ, scoop, mortar and pestle, spoon, plate, pressure cooker, bowl, knife, fork, kettle, frying pan, sieve, wok, rolling pin, spatula. ഇനി ഫുഡ് ഐറ്റംസ് നോക്കാം. എഗ്ഗ്, ബനാന, boiled rice, fried dumplings, steamed dumplings, steamed rice cake, ghee rice, rice soup, sardine fry, lentil fritters, string hoppers. Next, food ingredients le chilli powder, salt, sugar, tea leaves, coriander powder, mint leaves, സാമ്പാർ പൗഡർ, ടൊമാറ്റോ, ജിഞ്ചർ. ആക്ടിവിറ്റി 14 ഒക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലേ? ഒന്ന് വായിച്ചു നോക്കാം. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? സഷ ആസ്ക്ഡ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മുടെ സഷ ഉണ്ണിയപ്പം അവരുടെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് ഷെയർ ചെയ്തു അല്ലേ? അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്തെല്ലാം ഷെയർ ചെയ്യാറുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ താഴെ ഒരു കുട്ടി പറയുന്നത് നോക്കൂ. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങൾ എൻ്റെ കൂട്ടുകാരൊത്ത് ഷെയർ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്സ് ആണെങ്കിൽ എങ്ങനെ എഴുതുക? ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ബുക്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇനി അവിടെ ഒരുപാട് ചിത്രങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ആലോചിച്ചിട്ട് അവിടെ ഒറ്റയ്ക്ക് എഴുതുക കേട്ടോ. നെക്സ്റ്റ് പേജ് നമ്പർ 32 കൊടുക്കുക. അവിടെ ആക്ടിവിറ്റി 15 ഉണ്ട്. റീകാസ്റ്റ് ദ സ്റ്റോറി. ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നമ്മുടെ വാക്കിൽ ആ സ്റ്റോറി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ സഷയുടെ സ്റ്റോറി തന്നെയാണത്. ഒന്നാമത്തെ പിക്ചറിലോട്ട് നോക്കൂ. വാട്ട് ഡിഡ് സഷാസ് മദർ ഡു? എന്താണ് സഷയുടെ മദർ ചെയ്യുന്നത്? സഷയെ എണീപ്പിക്കാൻ നോക്കുകയാണ് അല്ലേ? വാട്ട് വാസ് സഷാസ് ഫാദർ ഡൂയിങ്? എന്താണ് സഷയുടെ ഫാദർ ചെയ്യുന്നത്? ഹീസ് കുക്കിംഗ് ഉണ്ണിയപ്പം അല്ലേ? വാട്ട് ഡിഡ് സഷ ഡു? സഷ എന്താ ചെയ്യുന്നത്? ഷീ ഈസ് ഷെയറിങ് ഹെർ ഉണ്ണിയപ്പം വിത്ത് ഹെർ ഫ്രണ്ട്സ്. നാലാമത്തതോ? ഹൂ ഡിഡ് സഷ സീ നിയർ ദ ഡോർ? സഷ ആരെയാണ് അവിടെ കാണുന്നത് ഡോറിൻ്റെ അടുത്ത്? യെസ്, കബിത. വാട്ട് ഡിഡ് സഷ ആൻഡ് നെവിൻ ഹിയർ? എന്താണ് സഷയും നെവിനും കേട്ടത്? നമ്മുടെ കവിത പാടിയ പാട്ട് അല്ലേ? വാട്ട് ഡിഡ് സഷ ഗീവ് കവിത? എ സ്റ്റോറി ബുക്ക്. വെരി ഗുഡ്. വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി? സ്കൂൾ അസംബ്ലിയിൽ വെച്ചിട്ട് എന്താണ് സംഭവിച്ചത്? യെസ്, കവിതയെ കൊണ്ടുവന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ നെവിനെയും സഷയെയും കൺഗ്രാജുലേറ്റ് ചെയ്തു അല്ലേ ഹെഡ് മാസ്റ്റർ? എവരിബഡി ബിക്കെയിം ഹാപ്പി. വൈ? എന്തുകൊണ്ടാണ് എല്ലാവരും ഹാപ്പി ആയത്? കവിതയെ നമ്മുടെ അനു ടീച്ചർ ഹഗ് ചെയ്തപ്പോൾ എല്ലാവരും ഹാപ്പിയായി അല്ലേ? നിങ്ങൾ സ്വന്തം വാക്കിൽ എഴുതുമല്ലോ അല്ലേ? എന്തായാലും ഞാൻ എഴുതിയത് ഒന്ന് കാണിച്ചു തരാം. വൺ മോർണിംഗ് സഷാസ് മദർ woke her up to get ready for school. Her father was in the kitchen cooking her favorite snack, unniyappam. Sasha took some unniyappams to school and shared them with her friends. While she was sharing, she saw a girl standing near the door. Sasha offered her an unniyappam, but the girl ran away. That afternoon, when Sasha and her friend Nevin were walking home from school, they heard the same girl singing a song that was taught in their class. They went to her and found out her name was Kabita. Sasha gave Kabita a picture story book as a gift. Sasha and Nevin told their teacher Anubama about Kabita. Anu teacher spoke to the headmaster and arranged her admission to the school. During the school assembly, the headmaster welcomed Kabita
and congratulated Sasha and Nevin. Anu teacher hugged Kabita. Everyone was happy because Kabita could now come to school and learn with her friends. കൂട്ടുകാരെ നമുക്കൊരു സ്റ്റോറി നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? എന്നാൽ പേജ് നമ്പർ 30 എടുക്കുക. നമുക്കൊരു സ്റ്റോറി, ഒരു കഥ വായിക്കാം. റീഡ് ആൻഡ് റീജോയ്സ്. ദ ബോയ് ആൻഡ് ദ ബേർഡ്. ഒരു ആൺകുട്ടിയും ഒരു പക്ഷിയും. ദിസ് ഈസ് റിങ്കു. ഇതാണ് റിങ്കു. ആൾ ഹീസ് ഫ്രണ്ട്സ് ഹാവ് ഗോൺ ഹോം ഫ്രം സ്കൂൾ. അവൻ്റെ എല്ലാ കൂട്ടുകാരും സ്കൂളിൽ നിന്നും വീട്ടിലോട്ട് പോയി. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. അവനവൻ്റെ അച്ഛനെങ്ങനെ കാത്തു നിൽക്കുകയാണ്. കിയോ കിയോ റിങ്കു ഹേർഡ് എ സൗണ്ട്. ആ സമയത്താണ് റിങ്കു ഒരു ശബ്ദം ഇങ്ങനെ കേട്ടത്. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. ഒരു ചെറിയ പക്ഷിയുടെ കരച്ചിലായിരുന്നു അത്. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. അത് എവിടെ നിന്നാണ് സൗണ്ട് വരുന്നത്? ഒരു ഇലക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നാണ് ഈ സൗണ്ട് ഇങ്ങനെ വരുന്നത്. റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. ഹി ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. അവന് മുട്ടിലിരുന്നിട്ട് അവിടെ അങ്ങനെ തപ്പി നോക്കി ആ ലീവ്സിൻ്റെ ഇടയിലൂടെ. ഹിസ് ഹാൻഡ് സ്റ്റംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. പെട്ടെന്ന് അവൻ്റെ കൈ തട്ടി ഒരു പാവപ്പെട്ട ഒരു പക്ഷിയുടെ, ഒരു കുഞ്ഞു കിളിയുടെ മുകളിൽ. മിയാവ് മിയാവ്. റിങ്കു ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് എ കാറ്റ്. ആ സമയത്താണ് റിങ്കുവിന് മനസ്സിലായി അവിടെയോ ഒരു കാറ്റ്, ഒരു പൂച്ചയുടെ പ്രസൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? അത് നമ്മുടെ ഈ കിളിയെ പിടിക്കുമോ? ഹീ വെറീഡ്. അവനാകെ വേവലാതിയായി. ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദ കാറ്റ്. ആ കാറ്റിന് നേരെ ഒരു കല്ലെടുത്തങ്ങൾ എറിഞ്ഞു. റിങ്കു ജെൻലി പിക്ഡ് ദ ബേബി ബേർഡ്. അവൻ പെട്ടെന്ന് ആ പക്ഷിക്കുട്ടിയെ എടുത്തു. വേർ ഈസ് ഇറ്റ്സ് നെസ്റ്റ്? അതിൻ്റെ കൂടെ എവിടെയായിരിക്കും? വേർ ഈസ് ദ മദർ ബേർഡ്? എവിടെ ആയിരിക്കും അമ്മക്കിളി? ഹീ ലിസൺ കെയർഫുള്ളി. അവൻ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കാൻ നോക്കി. ഫൈനലി ഹീ ലൊക്കേറ്റഡ് ദ ട്രീ. അവസാനം അവൻ എന്ത് ചെയ്തു? ആ ട്രീ, അമ്മ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അവന് മനസ്സിലായി. റിങ്കു പുട്ട് ദ ബേർഡ് ഇൻ ഹിസ് പോക്കറ്റ്. അവൻ്റെ പോക്കറ്റിൽ ആ പക്ഷിയെ ഇട്ടു. ഹീ ക്ലൈംബ്ഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് ദ ട്രീ. ആ ട്രീയുടെ മുകളിലോട്ട് അവന് ക്ലൈംബ് ചെയ്തിട്ട് കയറിപ്പോയി. ഹി ഫെൽറ്റ് ദ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് വിത്ത് ഹിസ് ഹാൻഡ്സ് ടു ഫൈൻഡ് ദ നെസ്റ്റ്. അവൻ്റെ കൈകൾ കൊണ്ട് ആ ശാഖകളും അതുപോലെ തന്നെ ഇലകളൊക്കെ ഇങ്ങനെ തൊട്ട് മനസ്സിലാക്കിയിട്ടാണ് അവന് ആ നെസ്റ്റ് എവിടെയെന്നുള്ളത് കണ്ടെത്തിയത്. അറ്റ് ലാസ്റ്റ് ഹീ ഫൗണ്ട് ദ നെസ്റ്റ്. അങ്ങനെ അവസാനം അവൻ ആ കൂട് കണ്ടെത്തി. റിങ്കു ടുക്ക് ദ ബേർഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. ഹീ കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ നെസ്റ്റ്. അവന് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വളരെയധികം ശ്രദ്ധയോടെ ആ പക്ഷിക്കൂട്ടിൽ കൊണ്ടുപോയിട്ട് ആ പക്ഷിയെ വെച്ചു. ദ ബേബി ബേർഡ് ചീർപ്ഡ് ഹാപ്പിലി. പക്ഷിക്കുഞ്ഞാകട്ടെ വളരെ സന്തോഷത്തോടുകൂടി ശബ്ദമുണ്ടാക്കി. ദ മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി. നന്ദി സൂചകമായിട്ട് അമ്മ അവനെങ്ങനെ നോക്കി. ബട്ട് ഹീ കുഡിൻ സീ ദ ബേർഡ്. പക്ഷെ അവൻ അമ്മയെ കാണൂ ഇല്ല. ഹീ വാസ് ബ്ലൈൻഡ്. അവനൊരു അന്ധനായിരുന്നു, കണ്ണ് കാണാത്തൊരു കുട്ടിയായിരുന്നു കേട്ടോ. ലെറ്റ്സ് കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി 16. നമുക്ക് മുന്നേ കണ്ടിട്ടുള്ള സ്റ്റോറി പോലെ ഒരു സ്റ്റോറി, പിക്ചർ സ്റ്റോറി ആക്ടിവിറ്റി 16 അത് നിങ്ങൾ മൈ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ള ഭാഗത്ത് എഴുതി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം പിക്ചർ നിരീക്ഷിക്കുക, എന്നിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രമിക്കുക കേട്ടോ. എന്തായാലും മാഷ് എഴുതിയിട്ടുള്ള ആ സ്റ്റോറി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ ഫ്രൂട്ട് ബാസ്ക്കറ്റ് അഡ്വെഞ്ചർ. ഫ്രൂട്ട് ബാസ്ക്കറ്റിൻ്റെ ഒരു സാഹസിക യാത്ര. വൺ സണ്ണി മോർണിംഗ് എ ലിറ്റിൽ ഗേൾ വെൻറ്റ് ടു ദ ഗാർഡൻ ടു കളക്ട് ഫ്രൂട്ട്സ്. ഒരു സണ്ണി മോർണിംഗിൽ ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട് പൂന്തോട്ടത്തിൽ നിന്നും കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാൻ എത്തി. ഷീ പിക്ക്ഡ് മെനി ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് ഫിൽഡ് ഹെർ ബാസ്ക്കറ്റ്. അവൾ ഒരുപാട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കളക്ട് ചെയ്തിട്ട് ആൻഡ് ഫിൽഡ് ഹെർ ബാസ്ക്കറ്റ്, അവൾ ആ ബാസ്ക്കറ്റിൽ നിറച്ചു. ഹാപ്പിലി ഷീ പ്ലേസ്ഡ് ദ ബാസ്ക്കറ്റ് ഓൺ ഹെർ ഹെഡ് ആൻഡ് സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹോം. അവൾ തലക്ക് മുകളിൽ വെച്ചിട്ട് അങ്ങനെ നടന്നിട്ട് അവളുടെ വീട്ടിലോട്ട് യാത്രയായി. ഓൺ ദ വേ ഷീ പാസ്ഡ് ത്രൂ ദ ഫോറസ്റ്റ് ആൻഡ് എലിഫൻറ്റ് സോ ദ ബാസ്ക്കറ്റ്. അവൾ വീട്ടിലോട്ട് ഇങ്ങനെ പോകുന്ന ആ വഴിയിൽ ഒരു ആന ആ ബാസ്ക്കറ്റ് കണ്ടു. ആൻഡ് ട്രൈ ടു ടേക്ക് സം ഫ്രൂട്ട്സ് വിത്ത് ഇറ്റ്സ് ട്രങ്ക്. അതൊരു തുമ്പിക്കൈ കൊണ്ട് കുറച്ച് പഴങ്ങളെടുത്ത് കഴിച്ചു. ഷീ ക്വിക്ക്ലി വാക്ക്ഡ് അഹെഡ്. അവൾ മുന്നോട്ട് നോക്കി ഇങ്ങനെ യാത്രയായി. ബട്ട് ദെൻ എ നോട്ടി മങ്കി ജംപ്ഡ് ഫ്രം എ ട്രീ ആൻഡ് ഗ്രാബ്ഡ് എ ഫ്യൂ ഫ്രൂട്ട്സ്. പക്ഷേ
അവൾ നടക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു നോട്ടി മങ്കി പെട്ടെന്ന് അങ്ങോട്ട് ചാടി വന്നിട്ട് അവളുടെ ഫ്യൂ ഫ്രൂട്ട്സ് അവനും എടുത്തു. ഷീ ക്യാപ്റ്റ് വാക്കിംഗ്. അവൾ അപ്പോഴും മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ബട്ട് സൂൺ എ ടോൾ ജിറാഫ് ബെൻഡ് ഡൗൺ ആൻഡ് പിക്ക്ഡ് സം ഫ്രൂട്ട്സ് ഫ്രം ഹെർ ബാസ്ക്കറ്റ്. ഒരു വലിയ നീളത്തിലുള്ള ജിറാഫ് വന്നിട്ട് വളഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു, അവൻ്റെ ആ വായ കൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് അവനും എടുത്തു ബാസ്ക്കറ്റിൽ നിന്ന്. എ ഗ്രീൻ പാരറ്റ് ആൾസോ ഫ്ലൂ ഡൗൺ ആൻഡ് പെക്ക്ഡ് ഹെ ഫ്രൂട്ട്. ഒരു തത്തമ്മ അവിടെ വന്നിട്ട് അവളുടെ കൊക്ക് കൊണ്ട് അവൾക്കും എടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് അവളും എടുത്തു. ദ ഗേൾ വാസ് സർപ്രൈസ്ഡ് ദാറ്റ് സോ മെനി അനിമൽസ് ടു ടേസ്റ്റ് ഹെർ ഫ്രൂട്ട്സ്. അവൾ അത്ഭുതപ്പെട്ടു, എത്ര ആനിമൽസാണ് അല്ലേ അവളുടെ ഫ്രൂട്ട്സ് വന്നിട്ട് എടുത്തത് എന്നുള്ളത് അവളിങ്ങനെ ആശ്ചര്യപ്പെട്ടു. ഫൈനലി ഓൾ ദ ഫ്രൂട്ട്സ് ഇൻ ഹെർ ബാസ്ക്കറ്റ് വർ ഗോൺ. അങ്ങനെ അവളുടെ ബാസ്ക്കറ്റിലുണ്ടായിരുന്ന എല്ലാ ഫ്രൂട്ട്സും തീർന്നു കേട്ടോ. സ്റ്റിൽ ഷീ വാക്ക്ഡ് ഓൺ. എന്നാലും അവൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു. ആസ് ഷീ വാസ് വാക്കിംഗ് എ ഷീപ്പ് ആക്സിഡൻ്റലി പമ്പ്ഡ് ഇറ്റ്സ് ഹെഡ് ഓൺ എ മാംഗോ ട്രീ. പെട്ടെന്ന് അതാ ഒരു ചെമ്മരിയാട് വന്നിട്ട് അവൻ്റെ തല അറിയാണ്ട് പോയിട്ട് മാംഗോ ട്രീയിൽ ചെന്നിട്ട് ഇടിച്ചു. വെൻ ഇറ്റ് ഡിഡ് ഓൾ ദ മാംഗോസ് ഓൺ ദ ട്രീസ് ഫെൽ ഇൻ ടു ഹെർ ബാസ്ക്കറ്റ്. ആ സമയത്താണ് അവിടെ മൊത്തം അവളുടെ ബക്കറ്റിലൊക്കെ വന്നിട്ട് മാങ്ങകൾ അങ്ങനെ വീണു. സോ ഷീ വാക്ക്ഡ് ഓൺ അഗെയിൻ വിത്ത് ഹെർ ബാസ്ക്കറ്റ് വിത്ത് ഫുൾ ഓഫ് മാംഗോസ്. അവളാണെങ്കിലോ മുന്നോട്ട് അങ്ങനെ നടന്നുപോയി. വെൻ ഷീ ഗോട്ട് ഹോം ഷീ സോ ദാറ്റ് ഹെർ ബാസ്ക്കറ്റ് വാസ് ഫുൾ ഓഫ് മാംഗോസ്. അവൾ വീട്ടിലെത്തി നോക്കുന്ന സമയത്താണ് അവളുടെ ബാസ്ക്കറ്റിൽ ഫുൾ ഓഫ് മാംഗോസ് തന്നെ ഉണ്ട്. ഹെർ ഫാമിലി ഹാപ്പിലി എയ്റ്റ് ദ റൈപ്പ് മാംഗോസ്. അതെല്ലാം നല്ല പഴുത്ത മാംഗോസ് ആയിരുന്നു. അവളുടെ ഫാമിലിയും എല്ലാവരും ഇരുന്നിട്ട് ഒരുമിച്ചത് നല്ല രസത്തിൽ കഴിച്ചു. ഈ സ്റ്റോറിയിൽ നിന്ന് എന്താ മനസ്സിലായത്? ഷെയറിങ് ഈസ് കെയറിങ്. അവളെല്ലാവരെയും സഹായിച്ചു, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു അല്ലേ, എല്ലാവർക്കും ഫ്രൂട്ട്സ് കൊടുത്തു. അവസാനം അവളുടെ ഫ്രൂട്ട്സ് ഇല്ലാണ്ടായോ? ഇല്ല അല്ലേ. അവൾക്ക് അവസാനം അവളുടെ വീട്ടിലെത്താൻ നേരത്ത് അവളുടെ ബക്കറ്റിലും എന്തുണ്ടായിരുന്നു? ഒരുപാട് അവൾക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്താൽ അതൊക്കെ നമുക്ക് തിരിച്ച് കിട്ടും കേട്ടോ. വേറെ പലതരത്തിലായിട്ട് നമുക്കും തിരിച്ച് കിട്ടും. ഓക്കെ, പേജ് നമ്പർ 36 ആക്ടിവിറ്റി 17 നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്. ഡിജി ടാസ്ക് വീഡിയോ ക്ലിപ്പ്. Sasha's father was making ഉണ്ണിയപ്പം. ഹാവ് യു വാച്ച്ഡ് യുവർ ഫാദർ ഓർ മദർ കുക്കിംഗ്? ഹാവ് യു എവർ കുക്ക്ഡ് സംതിങ്? നിങ്ങൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഇങ്ങനെ കുക്ക് ചെയ്യണ കണ്ടിട്ടുണ്ടോ? സഷയുടെ ഫാദർ ഉണ്ണിയപ്പം കുക്ക് ചെയ്ത പോലെ. ഹാവ് യു എവർ കുക്ക്ഡ് സംതിങ്? നിങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, പ്രിപ്പയർ എ കുക്കറി വീഡിയോ വിത്ത് യുവർ ഓഡിയോ കമൻട്രി. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കുക്കറി വീഡിയോ നമ്മൾ ടി വിയിലൊക്കെ കാണാറില്ലേ, ഭക്ഷണം പാചകം ചെയ്യുന്ന വീഡിയോസ്, അതുപോലുള്ളൊരു വീഡിയോ നിങ്ങൾ ഉണ്ടാക്കുക വിത്ത് യുവർ ഓഡിയോ കമൻട്രി. നിങ്ങളാൽ പറ്റുന്ന പോലെ ഇംഗ്ലീഷിൽ ആ വീഡിയോയിൽ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ കുക്കറി ഷോയിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ഇതുണ്ടാക്കാൻ എന്തൊക്കെ ഉപയോഗിച്ചു, ഇൻഗ്രീഡിയൻസ്, യൂട്ടൻസിൽസ് ഏതൊക്കെ എടുത്തു, ഫുഡ് ഐറ്റംസ് ഏതൊക്കെ എടുത്തു എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ ടീച്ചറിന് ഒന്ന് അയച്ചു കൊടുക്കൂ കേട്ടോ. Next, audio diary. Record an audio clip narrating an interesting event such as Praveshnosavam, observing special days like World Environment Day, English Assembly, etc. held in your school. You may also create an audio clip about books you have read in connection with റീഡിംഗ് ഡേ സെലിബ്രേഷൻസ്. ഓക്കെ, നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ വായിച്ച പുസ്തകങ്ങളെ കുറിച്ചിട്ടുള്ള കഥകൾ ഉണ്ടാവില്ലേ, അതിലുള്ള കഥകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് നിങ്ങളെ ടീച്ചേഴ്സിന് വിട്ടുകൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ വരുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളില്ലേ, ഒരുപാട് സെലിബ്രേഷൻസിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഓഡിയോ ക്ലിപ്പായിട്ട്, ഇംഗ്ലീഷിൽ ഒരു ഓഡിയോ ക്ലിപ്പായിട്ട് നിങ്ങളെ ടീച്ചറിന് വിട്ടുകൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ വിട്ടുകൊടുക്കുക. ഓക്കെ, യൂണിറ്റ് 1 ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എക്സാം വരാൻ പോകുന്നുണ്ട്. യൂണിറ്റ് 2 ഒക്കെ എക്സാമിന് ഉണ്ടാവില്ലേ, നമ്മൾ മാക്സിമം കഴിയുന്ന പോലെ യൂണിറ്റ് 2 കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. Let's share and say thank you. Your turn, then my turn. Sharing is caring, that's what we do.